നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാതെ ഹൈമാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിൽ മാത്രം MLA ശ്രദ്ധ ചെലുത്തുന്നതായി ആക്ഷേപം. തിരൂരങ്ങാടി മണ്ഡലത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഹൈമാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആക്ഷേപം. നേരത്തെ PK അബ്ദുറബ്ബ് MLA ആയിരുന്ന സമയത്ത് തന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രധാനപ്പെട്ട കവലകളിലും മറ്റും എല്ലാം തന്നെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ KP മജീദ് MLA ആയതിനു ശേഷവും നൂറുകണക്കിന് മിനി മാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വികസന പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച MLA ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനാണെന്ന പാർട്ടിയിലെ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നുണ്ട്. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത് മിനി മാസ്റ്റ് ലൈറ്റുകളാണ്. 4 വർഷത്തിനുള്ളിൽ 150-ൽ പരം മിനി മാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പലയിടങ്ങളിലും ഗുണമേന്മയില്ലാത്ത ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന പരാതിയുമുണ്ട്. മാത്രമല്ല, ഇതിൽ മിക്കതും ഇപ്പോഴും പ്രവർത്തനരഹിതവുമാണ്. സാധാരണ എല്ലായിടത്തും മണ്ഡലം തലത്തിൽ പാർട്ടി തീരുമാനമെടുത്ത് MLAയോട് വികസന പദ്ധതികൾ നിർദ്ദേശിക്കുകയാണ് ചെയ്യാറുള്ളത്. തുടർന്ന് MLA വികസന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ചെലവഴിക്കാറാണ് മണ്ഡലങ്ങളിൽ ചെയ്യാറുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായാണ് തിരൂരങ്ങാടിയിൽ മുതിർന്ന ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ മണ്ഡലം കമ്മിറ്റിയേക്കാൾ മുകളിലാണ് MLA എന്ന വിമർശനവുമുണ്ട്. അതുകൊണ്ട് തന്നെ MLAയെ നിയന്ത്രിക്കുവാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ആക്ഷേപം. മണ്ഡലം കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണ് MLAയുടെ പ്രവർത്തനമെന്നും MLA മണ്ഡലം കമ്മിറ്റിയുടെ നിയന്ത്രണത്തിന് അതീതനല്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് യോഗങ്ങളിൽ പാർട്ടി പ്രവർത്തകരുടെ പ്രധാന പരാതി. മിനി മാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് MLA പഞ്ചായത്ത് കമ്മിറ്റിയോടും പാർട്ടി കമ്മിറ്റിയോടും സമ്മർദ്ദം ചെലുത്തുന്നതായാണ് പരാതി. ഇത്രയെണ്ണം ലൈറ്റുകൾ പഞ്ചായത്തിലേക്കുണ്ടെന്നും ഇതിന് സ്ഥലം കണ്ടെത്തണം എന്നുമാണ് MLA നിർദ്ദേശിക്കുന്നത്. ഇതേ തുടർന്ന് ആവശ്യത്തിന് ലൈറ്റുകൾ ഉണ്ടായിട്ടും മറ്റിടങ്ങൾ കണ്ടെത്തി പാർട്ടി കമ്മിറ്റി സ്ഥലം നിർദ്ദേശിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതിരുന്നിട്ടും ഹൈമാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ വാങ്ങാൻ ഇവർ നിർബന്ധിതരാകുകയാണ് എന്നും പരാതിയുണ്ട്. അതേസമയം ലൈറ്റുകൾ വാങ്ങാതിരുന്നാൽ അക്കാരണം പറഞ്ഞ് മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. അതിനാൽ തന്നെ ലൈറ്റുകൾ വാങ്ങാൻ പഞ്ചായത്തുകൾ നിർബന്ധിതരാവുകയാണ്. മിനി മാസ്റ്റ് ലൈറ്റിന് 3 ലക്ഷവും ഹൈമാസ്റ്റ് ലൈറ്റിന് 5 ലക്ഷവുമാണ് വില. ഇത് സർക്കാർ ഏജൻസിയിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഇത് സ്ഥാപിക്കൽ മാത്രമാണ് MLAയുടെ ജോലി. അത് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതും മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടതും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നിലവിൽ മണ്ഡലത്തിൽ ലൈറ്റുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഗുണമേന്മ കുറഞ്ഞ ലൈറ്റുകളാണ് മിക്ക സ്ഥലത്തും സ്ഥാപിച്ചിട്ടുള്ളത്. 1 വർഷമാണ് ഇതിൻ്റെ കാലാവധി വരുന്നത്. ആ കാലാവധി കഴിയുന്നതോടെ അവ തകരാറിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പല വികസന പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കേണ്ട തുക ഇതിൻ്റെ മെയിൻ്റനൻസിനായി മാറ്റി ചിലവഴിക്കേണ്ട അവസ്ഥയാണ്. MLA ഹൈമാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിലാണ് താല്പര്യം കാണിക്കുന്നതെന്നും ഇത് പഞ്ചായത്തുകളിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇത്തരത്തിൽ ചെയ്യുന്നത് എന്തെങ്കിലും കമ്മീഷന് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നതായും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നും പൊതുപ്രവർത്തകനായ കക്കാട് കരുമിൽ സ്വദേശി TP ഇമ്രാൻ പറഞ്ഞു. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട KP മജീദ് MLA ഈ ഹൈമാസ് ലോമാസ് ലൈറ്റുകൾ വെക്കാൻ മാത്രമാണ് താല്പര്യപ്പെടുന്നത്. അതും തിരൂരങ്ങാടി അതേമായി അതുപോലുള്ള മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ലൈറ്റുകൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളത് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും പറമ്പിലും മറ്റുള്ളിടത്തൊക്കെ ഈ പഞ്ചായത്തുകൾ ഇത് വെക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ മുമ്പ് MLA ഈ സ്കൂളുകൾക്ക് അളമാറ നിർബന്ധിതപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നുണ്ടായി. അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ MLA ഇത് നിർബന്ധിതമായിട്ട് കൊടുക്കുന്നതും പോലും അവർക്ക് വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുകയും അല്ലെങ്കിൽ ആ ഫണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ അരങ്ങേറാണ്. അതായത് MLAക്ക് ഈ ഹൈമാസ് ലോമാസ് ലൈറ്റുകൾ മാത്രം വെക്കുന്നതിലാണ് താല്പര്യം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. പല ആളുകൾക്കും അത് സംശയം ഉയർത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൽ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷൻ വർക്കാണോ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പലരും സംശയിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഫണ്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബ് ഇവിടെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു.
ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത നമ്മളെ മലപ്പുറം ജില്ലയിൽ LBS വന്നിട്ട് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ ഇതുവരെ MLAക്ക് കഴിഞ്ഞിട്ടില്ല. MLA ഒരു ചോദ്യം ചോദിച്ച് ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറയുമ്പോൾ അതും കേട്ട് പോരുക എന്നല്ലാതെ അതിൻ്റെ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു നടപടിയും MLAയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇന്ന് അതിന് ഭീമമായ തുക വാടകയ്ക്ക് അത് ആ സ്ഥാപനം വാടകയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് കാലം കൂടി പോയാൽ ഇന്നിപ്പോൾ ആ സ്ഥലത്തിന് നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ ആ സ്ഥലത്തിന് നമ്മൾ വാടകത്തിന് ഇവിടെ മാത്രം കൊടുക്കും. അപ്പോൾ ആ ഒരു ഫണ്ട് പോലും നമുക്ക് റെഡിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളൊരു സ്വപ്ന പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. സച്ചാർ കമ്മിറ്റി നിർദ്ദേശപ്രകാരം വന്ന ഒരു പദ്ധതിയാണ് അത് അബ്ദുറബിൻ്റെ കാലത്ത്. പക്ഷേ അത് നമുക്ക് പൂർത്തീകരിക്കാൻ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ മോരിയാക്കാപ്പ് പദ്ധതി, അതേപോലെ കുണ്ടൂർ തോട് നവീകരണം, പിന്നെ അതേപോലെ ഈ പൂക്കിപ്പറമ്പ് 16 റോഡ്, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ. ഈ വിഷയങ്ങളിലൊന്നും MLAക്ക് താല്പര്യമില്ല. ആകെ താല്പര്യമുള്ളത് ഹൈമാസ് ലോമാസ് ലൈറ്റുകൾ ഘടിപ്പിക്കുന്നതിൽ മാത്രമാണ്. അപ്പോൾ ഈ വിഷയം ഗുരുതരമായ വിഷയമാണ്. അപ്പോൾ ഇതിൽ എന്താണ് MLAക്ക് ഇത്ര താല്പര്യം ഇതിൽ മാത്രം എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത്. അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് MLA ഇനിയെങ്കിലും ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ അബ്ദുറബിൻ്റെ കാലത്തിന് ശേഷം ഇത്രക്കും ഒരു ഇങ്ങനെ ഒരു സ്ഥിതി ഈ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിന് ആദ്യമായിട്ടാണ് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈമാസ് ലോമാസ് ലൈറ്റുകൾക്ക് ഈ കരാറെടുക്കുന്നത് MLAക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അത് ഒരു സംശയമുണർത്തുന്ന ഒരു കാര്യമാണ്. നിർമ്മാണാത്മകമായ പദ്ധതികൾക്ക് ഫണ്ട് ഇനിയെങ്കിലും നൽകാൻ MLA തയ്യാറാവണമെന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. 2024-25 കാലയളവിൽ 72 മിനി മാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 2023-24 കാലയളവിൽ 61 ആയിരുന്നു. 2021-22 കാലയളവിൽ 29 മിനി മാസ്റ്റ് ലൈറ്റുകളും 2 ഹൈമാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ KP മജീദ് MLAയുടെ ഇതുവരെയുള്ള കാലയളവിൽ 162 മിനി മാസ്റ്റ് ലൈറ്റുകളും 2 ഹൈമാസ്റ്റ് ലൈറ്റുകളുമാണ് തിരൂരങ്ങാടി മണ്ഡലത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും ലൈറ്റ് സ്ഥാപിക്കുന്നതിൽ മാത്രം താല്പര്യം കാണിക്കാതെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.